അസ്സലാമലൈക്കും എവരിവൺ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കേക്ക് റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മാർഗരിൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ബ്ലെൻഡറിലോട്ട് ഇട്ടെടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ്സോളം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് പൗഡർഡ് ഷുഗർ കൂടി ആഡ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതൊരു 2 മിനിറ്റ്സോളം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ്സോളം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്കിതിലോട്ട് ഒരു കപ്പ് പൊടിയാണ് വേണ്ടത്. അത് നമുക്ക് 1/2 കപ്പ് ഫ്ലോർ ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി ഫ്ലോറും കൂടി എടുത്ത് 2 മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കാം. ഒരു ടീസ്പൂൺ വെനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 7 മിനിറ്റ്സ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ട്രേയിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്ഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വിപ്ഡ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.